നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അശ്വതിയുടെ വീട്ടിൽ അവൾക്കും കുഞ്ഞിനും നിൽക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ വന്നു. ആ ഒറ്റ കാരണത്താലാ ഞാൻ അവളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. എന്ന് കരുതി അവളെ ഇവിടെ നിന്റെ ഭാര്യയായി താമസിപ്പിക്കാൻ ആരും ലൈസൻസ് തന്നിട്ടില്ല. അങ്ങനെ കരുതുകയും വേണ്ട. അശ്വതി ഈ വീട്ടിലുണ്ടെന്ന് കരുതി നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധം പാടില്ലെന്ന് ഞാൻ സൂചിപ്പിച്ചു. ഞാൻ പറയുന്നത് അരുണിന് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കാം. എന്താ അരുണിന് തിരിച്ചെന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോ ഞാൻ പറഞ്ഞ കണ്ടീഷൻ ഒരിക്കലും മറക്കണ്ട. വയ്ക്കോ. അരുൺ റൂമിലേക്ക് പോകാൻ. എന്താ ശമ്മ, എന്താടോ വയ്യാത്ത പോലെ? ഞാൻ അശ്വതി ചേച്ചിയും ശ്രീകുട്ടിയെ പറ്റി ആലോചിക്കുകയായിരുന്നു. ഇപ്പൊ നമുക്ക് ആ ജയേഷിൽ നിന്ന് അശ്വതി ചേച്ചിയും ശ്രീകുട്ടിയും രക്ഷപ്പെടുത്താൻ പറ്റി. പക്ഷേ പോലീസ് പിടിയിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു കളഞ്ഞു. അവൻ വെറുതെ ഇരിക്കില്ല സാർ. ഇപ്പൊ അശ്വതി ചേച്ചിയും മോളും നമ്മുടെ വീട്ടിലല്ലേ, അപ്പൊ ആ ടെൻഷൻ വേണ്ട. അത് ശരിയാ. പക്ഷെ അശ്വതി ചേച്ചിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കാൻ പറ്റുമോ? മോളും സ്കൂളിൽ പോകുന്നതാ. ജയേഷ് എന്തിനും തയ്യാറായി പുറത്തുണ്ട്. അതാ എനിക്ക് പേടി. ശ്യാമ പറഞ്ഞത് ശരിയാ. ജയേഷിനി അവരെന്തും ചെയ്യാൻ മടിക്കില്ല. പിന്നെ ഐശ്വര്യയുടെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയതൊന്നും കാര്യമാക്കണ്ട. അശ്വതി ചേച്ചിയും മോളെയും ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന കാര്യം എങ്ങനെയെങ്കിലും ഐശ്വര്യടുത്തി മണത്തറിയും. ഇതറിഞ്ഞ ഐശ്വര്യടുത്തി വെറുതെ ഇരിക്കൂ? ഓരെങ്കിൽ എന്തിനും ഏതിനും കൂട്ടായിട്ട് ഇപ്പൊ അവരുടെ മമ്മിയുണ്ട്. നമ്മൾ കൂടുതൽ സൂക്ഷിക്കണം. ശരിയാ, ഐശ്വര്യടുത്ത് ഈ വിവരം അറിഞ്ഞ വയലന്റ് ആവും. അതാ പിന്നെ ആരെങ്ങനെയൊക്കെ എതിർത്താലും നേരെ ഇങ്ങോട്ട് ഓടിക്കേറി വരാൻ ഐശ്വര്യടുത്തി മടിക്കില്ല. നിയമം ഇപ്പോഴും ഐശ്വര്യടുത്തിക്ക് അനുകൂല. നിയമപ്രകാരം അരുണേട്ടന്റെ യഥാർത്ഥ ഭാര്യ ഐശ്വര്യടുത്തിയ. അരുണേട്ടൻ ഐശ്വര്യടുത്തിയെ നിയമപ്രകാരം ഡിവോഴ്സ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ജീവിതത്തിൽ ഒരിക്കലും ഒത്തൊരുമിച്ച് പോകാത്ത ഭാര്യയും ഭർത്താവിനെ വീണ്ടും കൂട്ടിച്ചേർക്കാൻ കോടതി സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നും അത്ര സിമ്പിളായിട്ട് നടക്കില്ല സർ. ഐശ്വര്യടുത്തി അരുണേട്ടന് റിവേഴ്സ് കൊടുക്കാൻ ഒരിക്കലും സമ്മതിക്കില്ല. എന്നും അരുണേട്ടനെ ഇങ്ങനെ വരിഞ്ഞു മുറുക്കി മാനസികമായിട്ട് പീഡിപ്പിക്കാനോ? ഇനി അത് പറ്റില്ല. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നല്ല ആശങ്കയുണ്ട്. ഈ വീട്ടില് എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങൾ വരാൻ പോവാണെന്ന് മനസ്സ് പറയുന്നു. അത് ശ്യാമയുടെ വെറും ആശങ്കയാ. ഓരോന്ന് ആവശ്യമില്ലാതെ ഓർത്ത് വെറുതെ ടെൻഷൻ ആവണ്ട. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണം കൂടെയുള്ളപ്പം പേടിക്കുന്ന എന്തിനല്ലേ? നല്ലത് മാത്രം വരണേന്ന് പ്രാർത്ഥിക്കാം. ശ്യാമിജി മോളെ വാ. ചേച്ചി വാ. ചേച്ചി വരാൻ വേണ്ടി മുത്തശ്ശിയും അമ്മയും എല്ലാവരും കാത്തു നിൽക്കുവാ.
കാത്തു നിൽക്കുന്നോ? എന്താ കാര്യം? അതൊക്കെ സസ്പെൻസാ. ചേച്ചി വാ. എന്താ കാര്യം പറ. അത് അല്ലെങ്കിൽ വേണ്ട, ചേച്ചി വാ, അതൊക്കെ ഉണ്ട്. വാ ചേച്ചി വാ. എന്താ മോളെ? സംസ്ഥാന അവാർഡ് ജേതാവ്, ഏറ്റവും നല്ല ഗായിക, നമ്മുടെ പ്രിയപ്പെട്ട ശ്യാമയ്ക്ക് സ്വാഗതം. ഞാൻ അന്നേ പറഞ്ഞില്ലേ എന്റെ മോള് ഉയരങ്ങളിലെത്തുമെന്ന്. സന്തോഷം മോളെ. ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് മുളത്തും. ഞങ്ങൾ അത് കണ്ട് സന്തോഷം. എന്തായാലും എല്ലാ എതിർപ്പും അമ്മയായ എന്റെ അവഗണനയെ സഹിച്ച് എന്റെ മോളിൽ നീ വലിയ നേട്ടത്തിലെത്തിയല്ലോ. ഒരുപാട് സന്തോഷമുണ്ട്. ഇതൊന്നും എന്റെ നേട്ടമല്ലമ്മേ, അമ്മയുടെ മോന്റെ വലിയ മനസ്സാ. ഈ പിന്തുണയാ എന്റെ എല്ലാ വിജയത്തിനും കാരണം. അമൃതേ, ഇനി ഈ വലിയ സന്തോഷത്തിന് ശ്യാമയ്ക്ക് മധുരം കൊടുക്കുക. അത് പറ്റില്ല. ആദ്യം ശ്യാമേച്ചിക്ക് മധുരം കൊടുക്കുന്നത് ഞാനാ. മോളെ വേണ്ട, പിന്നെ ആവട്ടെ. എന്താ വേണ്ടാത്തെ? ശ്യാമേച്ചി നല്ല പാട്ടുകാരി ആവണേന്ന് എന്നും ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന ഞാനാ. ശ്യാമേച്ചി പാട്ട് പഠിപ്പിച്ച കുട്ടിയും കൂടെ ഞാൻ. ശരിയാ, ശ്രീകുട്ടി തന്നെയാ ആദ്യം മധുരം കൊടുക്കാനുള്ളത്. കൊടുക്കുമോളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.